രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഓഹരി കുംഭകോണം അല്ലെങ്കിൽ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം. എന്താണ് അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ? ആരാണ് ഈ പറഞ്ഞ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്? ഇത് മ്യൂച്വൽ ഫണ്ടിനെ ബാധിക്കുമോ? ഈ കാര്യങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. More than double what was there on 30th, more than double what was there on 29, 28. ये anomaly. ക്യാഷ് നഷ്ടപ്പെട്ട റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ആരാണ് ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്? ഇന്ന് ട്രേഡിംഗ് ചെയ്ത് നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്ക് ക്യാഷ് ഇരട്ടിയാക്കാമെന്നും ഒരുപാട് പ്രോഫിറ്റ് മാർക്കറ്റിൽ നിന്നും ഉണ്ടാക്കാമെന്നും ആഗ്രഹിക്കുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇൻട്രാഡേ പോലെയുള്ള ട്രേഡിംഗ് ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു കാര്യം സംഭവിക്കുമ്പോഴോ പെട്ടെന്ന് മാർക്കറ്റിൽ ക്യാഷ് നിക്ഷേപിക്കുക, അത് പെട്ടെന്ന് ഇരട്ടിയാക്കാം എന്ന് ആഗ്രഹിക്കുന്നവർ. എങ്ങനെയാണ് മാർക്കറ്റിൽ ക്രാഷ് സാധാരണ സംഭവിക്കാറുള്ളത്? ഡിസാസ്റ്റർ, വാർ, സ്കാംസ്, ചേഞ്ച് ഓഫ് ഗവൺമെൻറ്, പാൻഡമിക് ഡിസീസസ്, എക്സ്പെക്ട് പോസിറ്റീവ് ന്യൂസ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും മാർക്കറ്റിൽ വലിയ ക്രാഷ് സംഭവിക്കാറുള്ളത്. ഏറ്റവും അവസാനം പറഞ്ഞ എക്സ്പെക്ട് പോസിറ്റീവ് ന്യൂസ് എന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം, അതായത് ജൂൺ 1-ാം തീയതി പലരും മാർക്കറ്റിലേക്ക് ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു. അതായത് സാധാരണക്കാരല്ല, ഇവരൊക്കെ ഇൻട്രാഡേ ചെയ്ത് ഇന്ന് രാവിലെ ഇൻവെസ്റ്റ് ചെയ്ത് വൈകിട്ട് ക്യാഷ് പിൻവലിക്കുന്നവരും അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ക്യാഷ് വിത്തിൻ 2 days 3 days മാർക്കറ്റിൽ നിന്നും ക്യാഷ് നിക്ഷേപം പിൻവലിക്കുന്നവരുമാണ്. അതായത് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കുക എന്ന ആഗ്രഹത്തിലും അല്ലെങ്കിൽ എത്രയും വേഗം പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നും ആഗ്രഹിക്കുന്നവരാണ് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നവർ. ഇത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ ബാധിക്കുമോ? ഒരു കാരണവശാലും ബാധിക്കില്ല. കാരണം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അവർക്കെല്ലാം ലോങ് ടൈം വിഷൻ ഉള്ളവരാണ്, അവർക്കെല്ലാം സിസ്റ്റം ഉള്ളവരാണ്, അവരെല്ലാം ഗോൾഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള ന്യൂസുകളോ പാൻഡമിക്കോ അല്ലെങ്കിൽ സ്കാംസോ ഒക്കെ തന്നെയും പലപ്പോഴും ബാധിക്കാറുള്ളത് ഷോർട്ട് ടൈമിലേക്കും ഇൻട്രാഡേ ചെയ്യുന്നവർക്കുമൊക്കെയാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അവിടെ ഒരു വലിയ സിസ്റ്റമുണ്ട്, അവിടെ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. ഇത് നിക്ഷേപിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ മാത്രമല്ല. അതായത് ബാങ്കിൽ നിക്ഷേപിച്ചാൽ 8% റിട്ടേൺ കിട്ടുമ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ 15-20 കഴിഞ്ഞ കാലങ്ങൾ കൊടുക്കുമ്പോൾ ഇതൊന്നും പോരാതെ വളരെ റിസ്കി ആയിട്ടുള്ള ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളുടെ ക്യാഷ് മാത്രമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ് നഷ്ടപ്പെട്ട ഗണത്തിൽപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളത് മാത്രമാണ്. ഒരുപാട് പേർക്ക് സംശയമുണ്ട്, എന്താണ് ശരിക്കും രാഹുൽ ഗാന്ധി പറഞ്ഞത്, എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ പരമായ കാര്യങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യുക. കീപ് വാച്ചിങ്.